അഭി, എന്താ അഭി? അച്ഛന് വേണ്ടെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട. അഭി ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കും നല്ല വിശപ്പില്ല. അഭി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയ അമ്മയ്ക്കത് വിഷമാവില്ലേ? ദേ, അച്ഛനൊന്ന് പോയി നോക്ക്. വയ്യാണ്ടാവില്ല ആ കുട്ടി ഇങ്ങനെ പോയാ. അവള് കുറച്ചു നേരം കൂടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. മെല്ലെ മെല്ലെ അവളുടെ ഷോക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമ്മൾ സമയം കൊടുക്കണം. അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് ആശുപത്രിയിലേക്ക് ഓടുമ്പോ അച്ഛൻ്റെ കയ്യില് വിറയില് ഞാൻ അറിഞ്ഞതാ. ചിതയില് എന്റെ അമ്മ എരിഞ്ഞടങ്ങിയപ്പോ ഞാൻ ഓർത്തത് അച്ഛൻ്റെ മുഖ. അവളെങ്ങനെ ഈ സാഹചര്യം തരണം ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോ ആ വിഷമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒറ്റപ്പെട്ടു പോയ ഓരോ നിമിഷവും അച്ചു അമ്മയായിട്ട് കൂടുതൽ എടുക്കുകയായിരുന്നു. എങ്ങനെയോ തകർന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലം അമ്മ ഒറ്റയ്ക്കെന്ന് ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുകയായിരുന്നു. അവക്കത് അമ്മ മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് വേറെ ആരൊക്കെയായിരുന്നു. അമ്മ പോയത് അവളുടെ മനസ്സുകൊണ്ടാ. അഭയ്ക്കൊപ്പം ഈ വീട്ടിലേക്ക് വരുന്ന നാൾ മുതൽ എനിക്കും ഒരമ്മയെ കിട്ടുന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു നല്ല കാലം ഞാനും സ്വപ്നം കണ്ടിരുന്നു അഭി. സങ്കടങ്ങൾ കാലാകാലം കൊണ്ടു നടക്കാനുള്ളതല്ലല്ലോ. അമ്മ നഷ്ടപ്പെട്ട സങ്കടമൊക്കെ പെട്ടെന്ന് മായ്ക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. അഭി എന്നേക്കാ കൂടുതൽ അതിന് തയ്യാറെടുക്കേണ്ടത്. ആഹാരം കഴിക്കണം, അച്ഛനെയും കഴിപ്പിക്കണം. ഇനി അങ്ങോട്ടുള്ള അച്ഛൻ്റെ ജീവിതം അഭിയുടെ കയ്യില. ഞാനും ഉണ്ടാവും കൂടെ, അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത്. ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരാതിരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല എനക്ക്. ആന്റിയെ ഞാൻ കാണരുതെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ചടങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് അഭിയേട്ടനെ കാണാമല്ലോ. അത് വേണ്ട വിവേക്. ഇപ്പോ അഭിയേട്ടനെ കാണുന്ന ചിലപ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അച്ഛാ, അഭിയേട്ടനെ കാണണമെന്ന് വിവേക് പറയുന്നത് വേണ്ടതൊന്ന് പറയച്ച. അല്ല, ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് മോനെ, അനഘ പറഞ്ഞത് ശരിയാ. ഇപ്പൊ അഭിയെ കാണാതിരിക്കുന്ന നല്ലത്. മാനസികമായി തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ അഭി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കട്ടെ. ഇനി എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ. എന്നാലും കണ്ട് സംസാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? നിന്നെ ഇവിടെ കണ്ടുപോയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ അഭിയേട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. സ്വന്തം കൂടപ്പറപ്പിനെ പോലെ അല്ലടാ നിന്നെ ഞാൻ കണ്ടത്. എന്നിട്ട് എന്നെ ചതിച്ച
നിന്നെ കാണുന്ന പോലെ എനിക്ക് വെറുപ്പാണ്. അഭിയേട്ടൻ ഞാൻ ചതിച്ചിട്ടില്ല. കല്യാണം മുടങ്ങല്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒന്ന് വിശ്വസിക്കേ.